നമസ്കാരം. ഈയിടെയായിട്ട് ഇങ്ങോട്ടൊന്നും കാണാനില്ലല്ലോ. ബിസി, പറഞ്ഞിട്ട് കാര്യമില്ല. എന്നെ കാണാഞ്ഞിട്ട് ആർക്കും ഉറക്കം വരുന്നില്ലല്ലേ? ഉറങ്ങുന്നുണ്ട്. ഞങ്ങളുടെ എം ഡി ഉറങ്ങുന്നുണ്ടോ സംശയം. ഓ എം ഡി. കുട്ടി ഇവിടെ പുതിയ ആളാണല്ലേ? അതെ. എന്താ പേര്? ഓമന. ഓമന, ബ്യൂട്ടിഫുൾ നെയിം. എവിടാ വീട്? കാക്കനാട്. ഫാന്റാസ്റ്റിക്. വീട്ടിൽ ആരൊക്കെ ഉണ്ട്? എല്ലാരും ഉണ്ട്. വെരി നൈസ്. കുട്ടി ഏതുവരെ പഠിച്ചു? BA. അരെ വാ, കൺഗ്രാറ്റുലേഷൻസ്. കുട്ടി ഇതിനു മുമ്പ് എവിടെ ജോലി ചെയ്തത്? എന്തിനാ ഇതൊക്കെ അറിയുന്നേ? എന്തിനാണെന്നോ? എന്നെ കുട്ടിക്ക് മനസ്സിലായില്ലെന്ന് തോന്നുന്നു. ഈ സുശീലൻ എം എന്ന് പറഞ്ഞാൽ സാധാരണക്കാരനല്ല. സുശീലൻ ക്യാബിലേക്ക് പോകുന്നു. അതെ, എനിക്ക് ടെലിഫോൺ ബില്ല് അടയ്ക്കാൻ പോകാൻ. ഞാൻ പറഞ്ഞിട്ടില്ലേ ഒരു പാലം വിട്ടാൽ അങ്ങോട്ടും ഇങ്ങോട്ടും കടക്കാമെന്ന്. ഞാൻ പറയുന്ന കണ്ടീഷൻ എല്ലാം നിങ്ങൾ അംഗീകരിച്ചാൽ ആഴ്ചയിൽ 2 days ഞാനിവിടെ വരും. പിന്നെ കറണ്ടിന്റെ ബില്ലടക്കാൻ പോവുകയോ കുറിച്ചിട്ട് അടക്കാൻ പോവുകയോ എവിടെ വേണമെങ്കിലും പോവാം. യോ, നേരെ ഒരുപാടായി. വന്നിട്ട് കാണാം. ശ്രീധര, ആ ഓട്ടോക്കാരനൊന്ന് വിട്ടേക്കണേ. കുട്ടി, മേറ്റ് അഗൈൻ. ഈ ഫയലുകൾ എന്നൊക്കെ പറയുമ്പോ വ്യത്യസ്തങ്ങളായ വിവിധ തരത്തിലുള്ള ഫയലുകളുണ്ട് നമ്മുടെ ഈ ഓഫീസില്. ഫയലുകൾ സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ പഠിച്ച ബുക്ക് കീപ്പിംഗുമായി ഒരുപാട് വ്യത്യാസമുണ്ട്. കുട്ടി പുതിയ ആളായതുകൊണ്ടാ ഞാൻ ഇതൊക്കെ പറഞ്ഞു തരുന്നത്. എല്ലാം ഞാൻ പഠിപ്പിച്ചു തരാം. സാറേ, മറ്റേ പ്രോഗ്രാം ശരിയായി. ഇനി എനിക്ക് സാറിന് മുമ്പിൽ കിട്ടി നെഞ്ചും വിരിച്ച് നടക്കാലോ. ആ കുട്ടി പോയി ആ ഡെസ്പാച്ച് ഫയലുകളൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യ്. പോയിക്കോളൂ. ശരി സാർ. ഏതാ സാറേ പുതിയ ആർട്ടിസ്റ്റാ? എടോ, തന്നോട് ഞാൻ 100 വട്ടം പറഞ്ഞിട്ടുണ്ട് എന്റെ സ്റ്റാഫിന്റെ മുമ്പ് വെച്ച് ആർട്ടിസ്റ്റ് എന്ന് പ്രോഗ്രാം എന്ന് പറയരുതെന്ന്. എന്റെ പൊന്ന് സാറേ, ഈ സുശീലന്റെ കളി ഒരു എരിമക്ക് പോലും പിടികിട്ടില്ല. എന്തിന് 10-16 വർഷം എന്റെ കൂടെ താമസിച്ച എന്റെ ഭാര്യക്ക് പോലും ആർട്ടിസ്റ്റ് എന്തെന്നോ പ്രോഗ്രാം എന്തെന്നോ ഇതുവരെ മനസ്സിലായിട്ടില്ല. സാറ് തന്നെ നോക്കിക്കേ, തനി തങ്കം. തങ്കം എന്നാണോ പേര്? പേരല്ല സാറേ, നിറം. ഈ നിറം എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഒരു നിറം ഇന്ത്യയിൽ വേറെ ആർക്കും കാണത്തില്ല. അത്ര വൃത്തികെട്ട നിറമാ? ഈ സാറിന്റെ ഒരു തമാശ. സാർ, ഫയലുകളെല്ലാം അക്കൗണ്ടിന് കൊണ്ടുപോയി. എന്റെ കുട്ടി ബാക്കിയുള്ള ഫയലുകളൊക്കെ എടുത്ത് ക്ലിയർ ചെയ്യേ പോ. എടോ, ഈ ആർട്ടിസ്റ്റ് എവിടെ ഉള്ളതാടോ? ഇതെവിടെ ഉള്ളതാണെന്ന് എനിക്ക് ഇതോ ഇത് എവിടെ ഉള്ളതാണെങ്കിൽ എന്താ? സാറിന് പ്രോഗ്രാം എന്ന് അറേഞ്ച് ചെയ്യണമെന്ന് പറഞ്ഞാൽ മതി. കുറച്ച് കഴിച്ചു വിളിക്കൂ. എടോ, ഈ ഫോട്ടോയെ കാണുന്ന പോലെ ആണോ? ഏയ്, ഇതിലും പൊക്കോ വണ്ണൊക്കെ ഉണ്ട് സാറേ. ആഹാ. ഇത് സാധാരണ പാർട്ടിയല്ല, നല്ല സ്റ്റാൻഡേർഡ് പാർട്ടിയാ. അപ്പൊ പിന്നെ തന്റെ കയ്യിൽ വന്ന് വിട്ടു. സാറിനാണെന്ന് പറഞ്ഞില്ല. എന്തായാലും സാറേ, സാറിന്റെ ഭാഗ്യം. ഹെയർ സ്റ്റൈൽ, മുടിന്ന് പറഞ്ഞ നാട്ടും പുറത്തെ പോലെ എണ്ണയും തേച്ച് കുഴച്ചടക്കല്ല. ഓ, മുട്ടയടിച്ചിരിക്കുക. ബോംബ് ചെയ്തിരിക്കല്ലേ. ARG മേനോൻ മരിച്ചുപോയി. താനെന്തിനാ ബോർഡ് മാറ്റിയത്? അല്ല, മരിച്ചുപോയെന്ന് പറഞ്ഞ് ഫോൺ ചെയ്താൽ അങ്ങനെ കയറി വന്നിപ്പം അല്ല വേണ ജയിപ്പിക്കാം. എടാ, നീ പോയി ആർട്ടിസ്റ്റിനെ ബുക്ക് ചെയ്ത് പ്രോഗ്രാം അറേഞ്ച് ചെയ്ത് നോക്ക്. അപ്പൊ പറഞ്ഞ പോലെ വരട്ടെ. അല്ല, എന്താ ഇത്? ഒന്നും മനസ്സിലാവുന്നില്ല. ഇത് കള്ള്, ഇത് ചീട്ട്, ഇത് മാതൃഭൂമി ദിനപത്രം പഴയതാ. ഇത് തങ്കപ്പൻ, കുട്ടപ്പൻ, വേലപ്പൻ, നാണപ്പൻ. ഇത് കുണുക്ക്. ഞാൻ ഐശ്വര്യൻ. ഇതിലേതാ മനസ്സിലാവാത്തത്? അതല്ല, ഈ റോഡിൽ നിന്ന് ചീട്ട് കളിക്കുന്ന കാര്യമാണ് മനസ്സിലാകാത്തത്. ആ, മനസ്സിലാക്കി തരാം. നിങ്ങൾ ഈ കണ്ടംപള്ളി വീട്ടിൽ പെണ്ണ് കാണാൻ പോണ കൂട്ടരല്ലേ? അതെ. ആരാ ബ്രോക്കർ? ഞാനാ. പറഞ്ഞത് നന്നായി. അപ്പൊ ബ്രോക്കറോ? അതെ സാറേ, ഈ നാടൽപ്പം പെശക. ഇവിടത്തെ നാട്ടുകാരും പ്രത്യേകിച്ച് ഞാൻ. അതിന് ഞങ്ങൾ എന്താ വേണ്ടേ? ആ ധൃതി വെക്കല്ലേ, പറഞ്ഞുതരാ. അപ്പൊ ഇവനായിരിക്കും പയ്യൻ. എന്താ പേര്? മുരളി. ഉരുളി. ഉരുളി അല്ല, മുരളി. അധികം ഉരുളല്ലേ. ഇതാരാണെന്നറിയാമോ? ഇതാണ് നിങ്ങൾ കാണാൻ പോണ പെൺകുട്ടി. ഇത് ഞാൻ. എന്തേ? ഓ, അതല്ല, ഇത് എന്റെ മുറപ്പെണ്ണ. അവള് 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ ഒപ്പം ചേർന്നെടുത്ത ഫോട്ടോയാ. പിന്നീട് ചേർന്നെടുക്കാൻ പറ്റിയിട്ടില്ല. അത് കുടുംബ പ്രശ്നം. പക്ഷെ ഇവളുടെ കഴുത്തിൽ ഞാനേ താലി കെട്ടു. മനസ്സിലായില്ല? അതുകൊണ്ട് ഇവളെ കാണാൻ വരുന്നവരെ ഞങ്ങൾ ശരിക്കൊന്നങ്ങോട്ട് പെരുമാറും. അല്ലേ? കയ്യോ കാലോ തല്ലി ഒടിക്കലാണ് പതിവ്. സാറിനെ കണ്ടപ്പോ എന്തോ മനസ്സലിഞ്ഞു. അതുകൊണ്ട് സാറ് പോയാട്ടെ. പോയാട്ടെ.
എന്താ നിനക്ക് പോകാനുള്ള ഉദ്ദേശമൊന്നുമില്ലേ? വെറുതെ എന്റെ ഇവരുടെ കൈക്ക് പണിയുണ്ടാക്കല്ലേ. കേറി പോടാ. വണ്ടി എടുക്കടാ. ഫോണടിച്ച് പഠിപ്പിക്കടാ. നമ്മുടെ ബ്രോക്കർ ഇങ്ങോട്ട് പോയി. മുതലാളി മുതലാളി എന്താടോ അവര് വന്നില്ലേ? ആ പപ്പടക്കാരൻ പടി പറ്റിച്ചു മുതലാളി. സംഗതി നമ്മൾ ഊഹിച്ചതുപോലെ തന്നെ ആ പ്രസിഡന്റിന്റെ കറുത്ത കരങ്ങൾ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇനി ജീവിതത്തിൽ ഒരിക്കലും കല്യാണം മുടക്കാൻ അവന്റെ നാവ് പൊങ്ങരുത്. ചതച്ചു കളയണം. പൊക്കോ മുതലാളി, ആ ഞങ്ങൾ എന്തെങ്കിലും കഴിച്ചിട്ട് പോയാലോ മുതലാളി? എന്നാ പിന്നെ കഴിക്കാതെ പോകാം അല്ലേ മുതലാളി? അടിച്ചിറവനെ അയ്യോ അയ്യോ, ആരെങ്കിലും ഒന്ന് നോക്കണേ. പപ്പടക്കാരൻ നിന്റെ അപ്പൻ പോടാ. ഹലോ, നിന്ന് കറങ്ങാതെ. ഹലോ, വാ. എങ്ങോട്ടാ? ഹലോ, ഇവിടെ ഇവിടെ തടിയന്മാരാ ഞാനാ. വാ, വാ. എനിക്ക് നീന്താൻ അറിഞ്ഞൂടാ, ഞാൻ ചത്തുപോകും. എനിക്ക് നീന്താൻ അറിഞ്ഞൂടാ, നീ ചാട്. അപ്പൊ ഞാൻ ചത്തുപോട്ടെ അല്ലടാ? എടാ, എല്ലാ അഭ്യാസം അറിയാന്ന് പറഞ്ഞ മുതലാളി നമ്മളെ കൂടെ നിർത്തിയിരിക്കുന്നത്. എത്ര അഭ്യാസിയാണെങ്കിലും നീന്താൻ അറിയാൻ പാടില്ലെങ്കിൽ വെള്ളം കുടിച്ച് ചത്തു. ഞാൻ തന്നെ ഇവിടെ തുഴഞ്ഞാ നിക്കണത്. നീന്താൻ അറിഞ്ഞൂടെ ഞങ്ങളെ തോപ്പിക്കാൻ നോക്കണ്ട. അവളാൻ തന്നെ കേറി വേണ. അത് വന്നത് തന്നെ. പോടാ പൊണ്ണന്മാരെ. വെള്ളത്തിന്റെ മേളിൽ കൂടെ ഒരാൾ നടന്നു വരണം. എടാ, ഒരാളല്ലടാ, 2-3 പേരുണ്ടടാ. വെള്ളത്തിലെ പണി പാളി. എടാ, ഈ വെള്ളത്തിനാണില്ലടാ, അടിക്കടാ അവളാൻ തന്നെ. നിന്നെയൊക്കെ വെറുതെ വിട്ടിട്ട് കാര്യമില്ലടാ. ഞാൻ കാണിച്ചില്ലടാ. എന്ത് തല്ല ദുഷ്ടന്മാര് തല്ലിയത്. മുഖത്തിന്റെ ഇരിപ്പ് കണ്ടില്ലേ? അവന്മാരുടെ തലയിൽ ഇടത്തേ വീഴും. ഒരു കരടുള്ളതിനാണ് അവന്മാർ ഈ നിലയിൽ ചതച്ചിട്ടത്. നിന്നോട് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാടാ ആ പെണ്ണിന്റെ പിന്നാലെ നടക്കരുതെന്ന്. നിനക്ക് അവളെ കിട്ടാനേ പോണില്ല. കിട്ടും. അമ്മക്കറിയോ, ഒരുപാട് തല്ലും വെട്ടും കുത്തും കൊണ്ടിട്ടാ ഗാന്ധിജി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം വാങ്ങി തന്നത്. അതുപോലെ എത്ര തല്ല് വാങ്ങിച്ചായാലും ആ കുളിരി രാമൻ നായരുടെ കയ്യിൽ നിന്ന് ഞാൻ അവളെ സ്വതന്ത്രയാക്കും. അപ്പൊ നിനക്ക് കിട്ടിയതൊന്നും പോരല്ലേ? ഐ. കല്യാണം മുടക്കാൻ ഏൽപ്പിക്കുന്നത് പോലെ നിന്നെ തല്ലാനും അവള് തന്നെ ആളെ ഇറക്കണുണ്ടാവുക. അത് ഉറപ്പാ. അവൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ആലോചന വരുന്നത് വരെ നിന്നെ കൊണ്ട് ഈ വിഡ്ഢിവേഷം കെട്ടിപ്പിക്കും അവള്. അമ്മ, എന്നെ ഇതിന് പിന്തിരിപ്പിക്കാൻ ശ്രമിക്കണ്ട. ചെറുപ്പത്തിൽ ഇവളെ കെട്ടിപ്പിടിച്ചെടുത്ത ഈ ഫോട്ടോ പോലെ വലിപ്പത്തിലും ഇവളെ കെട്ടിപ്പിടിച്ച ഫോട്ടോ ഞാൻ കാണിച്ചു തരും. അതിനധികം താമസമില്ല. പോത്തിന്റെ ചെവിയിൽ വേദോതിട്ട് എന്താ കാര്യം? അയാളെ കൈകൊണ്ട് ചാവാനാ നിന്റെ യോഗം. അതിനു മുമ്പ് ഞാൻ അയാളെ തട്ടും. നീ ഞൊട്ടും. അല്ല പിന്നെ തട്ടി പിന്നെ ചത്തേര ഇപ്പൊ തള്ള. അയാൾ എന്നെ തട്ടാൻ പറ്റും. ഞാൻ അതിനു മുമ്പ് തട്ടും. എന്നാ ശല്യം ഇത്? ഇതേതായി പുതിയ കക്ഷി? ഭാഗവതരെ, കക്ഷി മുംബൈയിൽ നിന്ന് വന്നൊരു തബലിസ്റ്റ് ആണെന്നാണ് പറയണത്. പേര് പുഷ്കരൻ എന്നാ പറയുന്നേ. ഇവിടെ താമസിക്കാൻ വേണ്ടി വന്നതാ. തബലിസ്റ്റാ? ആ, എനിക്കും തോന്നി അങ്ങനെ ഒരു സംശയം. ആ സംശയം തീർക്കാൻ വേണ്ടി ഞാൻ ഇങ്ങോട്ട് തന്നെ കൂട്ടിക്കൊണ്ട് വന്നത്. ഇതാര്? ചെപ്പാങ്കുടി ഗജരാജ ഭാഗവതരല്ലേ? അങ്ങ് ദേവരാഗത്തിൽ ഗന്ധർവൻ, വർണ്ണരാഗത്തിൽ കിന്നരൻ, പുഷ്യരാഗത്തിൽ പുഷ്പാങ്കതൻ. അങ്ങയെ കുറിച്ച് ഞാൻ എത്രയോ കേട്ടിരിക്കുന്നു. ഹരഹരോ ഗുരുഗുരു. എന്താ തബലിസ്റ്റ് ഊട്ടി കാട്ടണേ? അല്ല ഭാഗവതരെ, തൂത്തുപ്രേഗോ. യോഗ്യനായ ഒരു ഗുരുവിനെ തേടിയുള്ള എന്റെ യാത്ര ഇവിടം കൊണ്ട് പൂർണ്ണമായി. അല്ല ശരിയല്ലേ? മുംബൈയിൽ ഒരു കച്ചേരിക്ക് അങ്ങേ ക്ഷണിക്കാൻ വന്നതാ ഞാൻ. കച്ചേരിയോ? ആ. മുംബൈയിലോ? അത് ശരിയാവില്ല. അങ്ങെതിരി പറയരുത്. എന്റെ ഒരു അപേക്ഷയാണ്. എന്റെ മാത്രമല്ല, മുംബൈയിൽ ആയിരക്കണക്കിന് കലാപ്രേമികളുടെ അപേക്ഷയാണ്. ഈ അപേക്ഷ അങ്ങ് കീതി കളയരുത്. ശിഷ്യൻ മറ്റൊന്നും വിചാരിക്കരുത്. ലോകത്തെ ഏത് ജംഗ്ഷനിലും ഞാൻ കച്ചേരി നടത്തും, മുംബൈയിൽ ഒഴിച്ച്. കാരണം എന്റെ ഗുരു ഉസ്താദ് മസ്താൻ ഖാൻ അവിടെയാണ് താമസിക്കുന്നത്. അദ്ദേഹത്തിന്റെ മുമ്പിൽ ഞാൻ വായി തുറക്കാറില്ല. കാശ് ഒരു പ്രശ്നമാക്കണ്ട. വേണമെങ്കിൽ ഉസ്താദിനും കൊടുക്കാം കുറച്ച് കാശ്.
കാശല്ല പ്രശ്നം. സംഗീതം അനന്ത സാഗരമാണ്. അത് മുങ്ങാങ്കുഴി ഇടാനുള്ളതാണ്, വിൽപ്പന ചരക്കാക്കാനുള്ളതല്ല. എനിക്ക് ലേശ തിരക്കുണ്ട്, അപ്പൊ പിന്നെ കാണാം. അപ്പൊ ആളൊരു തബലിസ്റ്റ് തന്നെ. പിന്നെ അത് കണ്ടാലറിയില്ലേ, കൊട്ടുകാരിൽ പൊട്ടന്മാരില്ലെന്നാണ് പഴഞ്ചൊല്ല്. കാപ്പിടിക്കുന്നില്ലേ? ഇപ്പൊ വിശ്വാസമായില്ലേ? അദ്ദേഹം പറഞ്ഞപ്പോ വിശ്വാസായി. ഈ കലാകുടീരത്തിൽ ആർക്കും വിശക്കാറില്ലേ? എനിക്ക് നല്ല വിശപ്പ്. അതിനല്ലേ കലാകുടീരത്തിൽ ഒരു പാചക കോളേജ് തന്നെ തുടങ്ങിയിരിക്കുന്നേ. ആണോ? ആ. എങ്കിൽ വരൂ, നമുക്ക് അങ്ങോട്ട് ചാലാകാം. വരൂ. ഈ 500 ആനെ തോൽപ്പിക്കാൻ ആനപ്പാറക്കാർക്ക് ആഭ്യന്തരമന്ത്രി ആനപ്പാറക്കാർ എന്റെ മുമ്പിൽ മുട്ടുകുത്തിയത് ഞാൻ തുപ്പിയത്. അത് നീ എന്താ തുപ്പത്? മുതലാളി എന്റെ വായി തുപ്പിയിട്ട്. അത് നീ തുപ്പടുത്തോന്ന് കോണാമ്പി പോലെ വായം പൊടിച്ചിരുന്നിട്ടല്ലേ? അങ്ങോട്ട് മാറിയിടാ. മാറിയിരുന്ന ചെവിയേക്കൂല മുതലാളി. കേട്ടിട്ടെന്തിനാ മലമറയ്ക്കാനോ? അങ്ങോട്ട് മാറിയിടാ. ആ അപ്പൊ ചന്തി കൊണ്ട് നിലനിടയ്ക്കാനോ? എന്നിട്ട് മാറിയിരിക്കാൻ. ഒരു പപ്പടം കൂടി ഉണ്ടായിരുന്നെങ്കിൽ ബേഷായിരുന്നു. അതിന് ആവശ്യ നേരത്തെ ഐശ്വര്യനെ കാണില്ലല്ലോ. സ്വർണ്ണ ബിസിനസ് ആണെന്നാ വിചാരം. 2 ദിവസമായിട്ടേ ഈ വഴിക്ക് വന്നിട്ടില്ല. ഒരു പപ്പടക്കാരൻ ഇത്ര അഹങ്കാരോ? അപ്പൊ ഒരു കോടീശ്വരനായി ഞാനൊക്കെ എങ്ങനെ അഹങ്കരിക്കണം? അത് ഈ മുഖത്ത് എഴുതി വെച്ചിരിക്കല്ലേ, എന്ത് കാശുകാരനാണെന്ന്. ഫാക്ടറി ഇവിടെ അടുത്തന്നെ തുടങ്ങണേ സാറേ. എന്നാലേ എനിക്ക് വല്ല മെച്ചം ഉണ്ടാകുള്ളൂ. കുറച്ച് ചായെങ്കിലും വിറ്റുപോകുമല്ലോ. അത് ഇവിടെ തന്നെ തുടങ്ങും. പക്ഷേ ഒരു പാലുട്ട അങ്ങാടും ഇങ്ങോട്ടൊക്കെ വേണം. പാലം എന്ന് വരും. പാലം ഇയാൾ ചാർജ് കഴിഞ്ഞാ എന്നിട്ട് പോയെ ഒന്ന് ട്യൂൺ ചെയ്യാൻ സമ്മതിക്കൂലെന്ന് വെച്ചാ. എന്നാ കാശ്. ആ നീ എത്തിയോ? എന്താ എത്തണ്ടേ? 2 ദിവസമായിട്ട് ഇത് എവിടായിരുന്നു? അയ്യോ, ഈ മുഖത്തിന് എന്ത് പറ്റി? ഓ, അപ്പൊ വീണ്ടും കല്യാണം മുടക്കിയല്ലേ? എന്താ നീ മിണ്ടാത്തെ? അതെ, അതാ 2 ദിവസം ഇവിടുന്ന് മാറിയുന്നത്. ഉഴിച്ചിലായിരുന്നു, ഉഴിച്ചില്. നമ്മുടെ കുമാരൻ വൈദ്യന്റെ അവിടെ. അതും ഫ്രീ. ഇവിടെയൊക്കെ കല്യാണം മുടക്കിയ ഉഴിച്ചിട്ട് ഫ്രീ ആണല്ലേ? പിന്നെ ഉഴിച്ചിലിന് മുമ്പ് ഒരു 5-6 പേര് കൂടി മർമ്മം നോക്കി കിഴി പിടുത്തവും ധാരെ ഇതൊക്കെ ഫ്രീയാ. അങ്ങനെയൊക്കെ ഉണ്ട് ഇവിടെ. നല്ല ഗ്രാമം. അത് നിങ്ങൾക്കും താമസിയാതെ മനസ്സിലാകും. എടാ, നീ അറിഞ്ഞോ ഇവിടെ തുടങ്ങാൻ പോകുന്ന ഫാക്ടറി എന്റെ ചായക്കടടുത്ത് തുടങ്ങാന്നാ സാറ് പറഞ്ഞിരിക്കണേ. അപ്പൊ നിന്റെ പപ്പടത്തിനും എന്റെ ചായക്കും ഒക്കെ ചെലവ് കൂടും. തുടങ്ങിയാ നല്ലതാ. അതല്ല വേറെന്തെങ്കിലും തുടങ്ങാനാണ് പ്ലാനെങ്കിലേ വിവരം അറിയും. വിവരം. നീ ഒന്നും മിണ്ടാതി. ഈ പട്ടിക്കാട്ടിൽ വേറെ എന്ത് തുടങ്ങാനായിട്ടാ? പിന്നെ പട്ടിക്കാട്. എടാ, ഒരു 5 കെട്ട് പപ്പടം വേണം. 5 കെട്ട് പപ്പടത്തിന്റെ കാശ് വേറെ തരാനുണ്ടാ. അതൊക്കെ തരാന്നേ. ആ തന്നാ മതി. 1 2 3 4. എത്രയായി ജാനു? 15-50. ഓ, അത്രേ ഉള്ളൂ. അയ്യോ സാറേ, ബാക്കി ബാക്കി ജാനു വെച്ചോളൂ. ഒരു ടിപ്പായിട്ട്. ദൈവമേ, ആ ഫാക്ടറി ഇവിടെ തന്നെ തുടങ്ങിയാ മതിയായിരുന്നു. ഫ്രീ ആയിട്ട് വെച്ചു. ഇതാണ് കലാകുടീരം. പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. സാർ ധൈര്യമായിട്ട് ചെന്നോ. 100 രൂപയുണ്ട്, ബാക്കി താൻ വെച്ചോ. വരട്ടെ സാറേ. തവല. ഓ, അത് ഞാൻ മറന്നു. ഇത് ഭദ്രമായിട്ട് വെച്ചോണം. അറിയാലോ, ദിവസ വാടകയാ. ഓ, വല്ലതും പറ്റിയാവോ? പറ്റിയാവോന്നാ? എന്റെ മൂക്കിന്റെ പാലോട് താറത്. തന്റെ കാര്യമല്ല ചോദിച്ചത്, തബലയുടെ കാര്യ. ഭാഗ്യം ഒന്നും പറ്റിയില്ല. സംഗീതോപകരണത്തിന് കേടുപറ്റിയ മേനോ സാറ് മാപ്പ് തരില്ല. ഈ കുടീരത്തിന്റെ ഓണർ ആരാ? അതല്ല ഈ പറഞ്ഞ മേനോ സാറ്. ഞാൻ ഗോകുൽദാസ്, മേനോ സാറിന്റെ PA. അല്ല, നിങ്ങളാരാ? ഞാൻ പുഷ്കരൻ. താമസിക്കാൻ ചുള്ളിനൊരു സ്ഥലം വേണം. അത് ശരി, മേനോ സാറിനെ പറ്റിക്കാൻ ഇറങ്ങിയ ആളാണല്ലേ? ഏയ്, കലാകാരന്മാരെ തീറ്റിപ്പോറ്റണ വട്ടനല്ലേ ആ സാറ്? മേനോ സാറ് വട്ടനാണെന്നോ? അദ്ദേഹം ഞങ്ങളുടെ ദൈവത്തിന് വട്ടനെന്നോ? മേനോ സാറിന് ദൈവത്തിന് ചീത്ത പറയുന്നോ? ഈശ്വര, എന്റെ തബല എറിഞ്ഞു കളഞ്ഞോ? ദൈവമേ, വാടകെടുത്ത തവല പൊട്ടിയല്ലോ.
ഒരു കലാകാരന്റെ തബല താൻ എറിഞ്ഞു പൊട്ടിച്ചു അല്ലേ? തന്നെ ഞാൻ കാണിച്ചു തരാടോ. കലാകുടീരത്തിന്റെ ഓണറെ മേനോൻ സാറേ, കലാകാരന്മാരുടെ കൺകണ്ണ് ദൈവമേ, കണ്ടോ ഒരു കലാകാരന്റെ തബല താൻ എറിഞ്ഞു പൊട്ടിച്ചു. ഞാൻ പറയുന്നേക്ക് ഭാസ്കര. ഭാസ്കരനല്ല പുഷ്കരൻ. ആ പുഷ്കരനെങ്കിൽ പുഷ്കരൻ. താമസൗകര്യം ഞാൻ ശരിയാക്കി തരാം. രണ്ട് കണ്ടീഷൻ. ഒന്ന്, തബല ഞാൻ പൊട്ടിച്ച കാര്യം മേനോ സാറിനോട് പറയരുത്. രണ്ട്, മേനോ സാറിന് വട്ടാണോന്ന് ഇനി എന്നോട് ചോദിക്കരുത്. ഈ തബല പിടി. ഇത് തബലല്ലോ, എന്ത് പണ്ടറിയില്ലോട്ടെ. ഇതും പിടി. ഇത് താൻ പിടി. അങ്ങോട്ടല്ല ഇങ്ങോട്ട്. റിഹേഴ്സൽ ആയിരുന്നോ? താനൊക്കെ ഇത് എവിടെ പോയി കിടക്കുക? കള്ളന്മാർ വന്ന് കയറുന്ന കണ്ടില്ലേ? ഇവനാരാ? ഞാൻ കള്ളനല്ല സാർ. അത് ഞാൻ നിശ്ചയിച്ചോളാം. വന്ന കാര്യം പറ. ഇയാൾ പ്രസിദ്ധനായ തബലിസ്റ്റാണ് സാർ. എന്നാര് പറഞ്ഞു? ഇയാൾ പറഞ്ഞു സാർ. ആണോടോ? എന്റെ പേര് പുഷ്കരൻ എന്നാണ്. താ തബലിസ്റ്റ് ആണോ എന്നാ ചോദിച്ചത്. അതെ. തന്റെ ഈ വേഷം കണ്ടിട്ട് ഒരു തബല വിദ്വാനാണെന്ന് തോന്നുന്നില്ലല്ലോ. മുംബൈയിൽ ഒരു പ്രോഗ്രാം നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാ സാറിനെ കുറിച്ച് ഞാൻ അറിഞ്ഞത്. വേഷം പോലും മാറാതെ കിട്ടിയ ബസ്സിന് ഞാൻ ഇങ്ങോട്ട് പോന്നു. അതിരിക്കട്ടെ, താൻ തബലിസ്റ്റ് ആണ് എന്നുള്ളത് എന്താ ഒരു തെളിവ്? തബല കണ്ടില്ലേ? വാള് വിൽക്കുന്നവൻ വാൾപ്പയറ്റുകാരനാണോന്നില്ലല്ലോ. അതുകൊണ്ട് താൻ ഈ തബലയിൽ ഒരു നട വായിക്കേ. അതെ പറഞ്ഞത് കേട്ടില്ലേ? ആ നടയിലിരുന്ന് തബല വായിക്കാൻ. വിട്ടത്തിനെ പറയാടോ. എടോ, താൻ വായിക്കേ. എന്താ, എന്ത് പറ്റി? അതിനെ അതുകൊണ്ട് തന്റെ വീട്ടിലെ എല്ലാരും തബലിസ്റ്റാ. താൻ വായിക്കേ. അവര് തലമുറ കൈമാറി കൊട്ടിക്കൊണ്ടിരുന്ന തബല ഇയാൾ എറിഞ്ഞു പൊട്ടിച്ചു സാർ. ഗോകുല, എന്താ ഇത്? എന്താ ഞാൻ ഈ കേക്കണേ? ഒരു കയ്യബദ്ധം. കയ്യബദ്ധം? സംഗീതോപകരണം സരസ്വതിയാ, അറിയോ തനിക്ക്? അത് എറിഞ്ഞുടക്കിയ എത്രയും പെട്ടെന്ന് പുഷ്കരനിൽ തബല ശരിയാക്കി കൊടുക്കണം. താമസിക്കാൻ ഒരു നല്ല കോട്ടേജും. ആ ബാഗെല്ലാം ഇവിടുത്തെ കോട്ടേജിലേക്ക് വെച്ചോളൂ. എന്നെ ചീത്ത കേൾപ്പിച്ചപ്പോ തനിക്ക് സമാധാനമില്ലേ? തന്നോടല്ലേ ഞാൻ പറഞ്ഞത് തബല പൊട്ടിച്ച കാര്യം സാറിനോട് പറയരുതെന്ന്. പൊട്ടിയ തബല ഞാൻ എങ്ങനെ ഒട്ടാനാ? പൊട്ടിയ തബലയെ കൊട്ടുന്ന ആളെ ഞാൻ കാണിച്ചു തരാം. അതാരാ? ചെപ്പാൻകുടി ഗജരാജ ഭാഗവതർ. വാ. ചെപ്പാൻകുടി ഗജരാജ ഭാഗവതരോ? അതേത് ചെറ്റാണ്? ഹലോ. പഴയതുപോലെ തല്ല് വാങ്ങിയതിന്റെ കണക്ക് പറയാൻ വന്നതായിരിക്കും. ഐശ്വര്യൻ എന്താ ഇവിടെ? വെടി വഴിപാട് കഴിക്കാൻ വേണ്ടി വന്നതാ. ആ അമേരിക്കക്കാരനിട്ട് ശരിക്കും കൊടുത്തല്ലേ? അത് പിന്നെ പ്രത്യേകിച്ച് പറയണോ? അച്ഛന്റെ ശിങ്കിടികളുടെ കയ്യിൽ നിന്ന് ഒരുപാട് തല്ല് കിട്ടിയോ? തല്ലോ? എനിക്കോ? അച്ഛന്റെ 2-3 ചിങ്കിടികൾ വന്നിരുന്നു. നീയാണോടെ കല്യാണം മുടക്കിയെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു അതെ. അപ്പൊ അവർ നിന്നെ തല്ലിക്കൊല്ലാനാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. ഞാൻ പറഞ്ഞു ഓഹോ. അപ്പൊ അതിലൊരുത്തൻ നീ എന്താ ഞങ്ങളെ കളിയാക്കുകയാണോ? ഞാൻ പറഞ്ഞു അതെ. അത് പറഞ്ഞു തീർന്നില്ല. ഒരുത്തൻ കയറി എന്നെ ഒറ്റ അടിയാണ്. പിന്നെ ഞാൻ ഒന്നും നോക്കാൻ നിന്നില്ല. അടിയുടെ പൊടി പൂരമായിരുന്നു. അല്ല, ഞാൻ പഴയ കളരിക്കാരനാണല്ലോ. ശംഭൂ മഹാദേവ. എല്ലാവരും ഓടി. ഞാൻ പറഞ്ഞു പോയി നിന്റെ മുതലാളിയോട് പറഞ്ഞേക്ക് ശ്രീദേവിക്ക് ഇഷ്ടമില്ലാത്ത ഒരുത്തനും അവളുടെ കഴുത്തിൽ താലി കെട്ടില്ല. അതിന് യോഗ്യനായ ഒരുത്തൻ ഈ കര തന്നെ ഉണ്ടെന്ന്. അവരെല്ലാരും തല്ലി ഓടിച്ചോന്നോ? ഇനി അവന്മാരെ ഞാൻ എന്റെ മുമ്പിൽ വന്ന് പെട്ടാൽ ഇനി ഒരിക്കലും അതിന് ഇട വരുത്തല്ലേ. ഇവൾക്ക് വേണ്ടി എന്തുമാത്രം ത്യാഗമായി പപ്പട കച്ചവടത്തിനിടയിലും ഐശ്വര്യട്ടൻ ചെയ്യുന്നത്. അതൊക്കെ ഓർമ്മയുണ്ടായാൽ മതിയായിരുന്നു. ഐശ്വര്യ 2 കെട്ട് പപ്പടം. പപ്പട ഇല്ല, എനിക്കിപ്പോ ഹർത്താല. ഓണത്തിന്റെ ഇടയില ഒരു പപ്പട കച്ചവടം. അപ്പൊ ഞാൻ വരട്ടെ? അല്ല, ഞാൻ പോട്ടെ എന്ന് പറഞ്ഞതാ. അല്ലെ നിങ്ങൾ പൊക്കോ, ഞാൻ പൂജാരി ഒന്ന് കണ്ടിട്ട് വരാം. പതിലുണ്ടേ. മുടിഞ്ഞ നേരത്തെ വണ്ടി സ്റ്റാർട്ടാകട്ടെ. മോനെ പുഷ്പ ഒന്ന് വന്ന് കൈവച്ചേ. കൈവെക്കാൻ ആര്? ഈ വണ്ടിയിലൊന്ന് കൈവയ്ക്കാൻ. ഇതൊന്ന് സ്റ്റാർട്ടായിട്ട് വേണം ഈ മദനമോഹന് 40 കിലോമീറ്റർ അപ്പുറക്കൊന്ന് മിമിക്രി ആക്കാൻ. ഞാനൊരു മിമിക്സ് പരേഡ് കഴിഞ്ഞു വരിക. മിമിക്രിക്കാരന് അല്ലല്ല, മിമിക്സ് മാജിക് മദനമോഹന. ഇത് തബലിസ്റ്റ് പുഷ്കരൻ. ഒന്ന് തള്ളിക്കേ. ഉസ്താദ് അള്ളാരക്കയുടെ ശിഷ്യനായ ഞാൻ ഒരു മിമിക്രിക്കാരന്റെ വണ്ടി അള്ളാനോ. കണ്ടോ ഈ വിരലുകൾ? എന്താ വിറയലിന്റെ അസുഖം? അല്ലല്ല, പിന്നെ തബലയിൽ നിന്നും ശ്രുതിമധുരമായ നാദങ്ങൾ ഉയർത്തുന്ന കൈയാണ്. ഇതുകൊണ്ട് ഞാൻ വണ്ടി തള്ളാനോ. അങ്ങനെ കൊച്ചാക്കൊന്നും വേണ്ട. ജനകീയമായ ഒരു കലയാണ് മിമിക്രി, അല്ലാതെ കൊട്ടിപ്പാടി സേവയല്ല. ആരാന്റെ ശബ്ദം അനുകരിക്കലല്ലേ ജനകീയ കല. വേടോ ചെണ്ടോട്ടുകാരാ, ഞാൻ ഒരു ദിവസം സൂപ്പർ സ്റ്റാർ ആവും, അറിയോ തനിക്ക്? താൻ അപ്പോഴും ചെണ്ടയും കൊട്ടി നടക്കത്തേ ഉള്ളൂ. മോനെ മദനമോഹന, ഇങ്ങനെ തർക്കിച്ചു നിന്നാലേ നിനക്ക് 40 കിലോമീറ്റർ അപ്പുറം പ്രോഗ്രാം നടത്താൻ പറ്റില്ല. മോനെ പുഷ്ക ഒന്ന് കൈവച്ചേ. അതള്ളു. ഇതാണ് ഈ വിരലുകളുടെ മാന്ത്രിക സ്പർശം. ഇനിയും എത്രയോ അത്ഭുതങ്ങൾ കാണിക്കാനുള്ള വിരലുകളാണിത്. അല്ലാറൊക്കെ മാറ്, പരിപാടിക്ക് പോണം. പോയിട്ട് വരട്ടെ ഗേൾസ്.
ആരായി എല്ലാവർക്കാ അള്ളാക്കറിയാം. എന്താ പേര്? പാടി വാടി. നല്ല പേര്. ആളിറങ്ങണം. ആരാ? ഇതേതാ ഈ ലഗേജ്? ഇതിനു മുമ്പ് ഇവിടെ അങ്ങ് എന്റെ അമ്മേ, എന്നെ കൊല്ലാൻ വന്നേ. തല്ലല്ലേ ഓടാൻ വന്നതല്ല. ഛേ, ഓടല്ലേ തല്ലാൻ വന്നതല്ല. ആ? ഞാൻ പണിയെടുക്കാൻ പോയതല്ലേ, അതല്ലേ ബാഗ് അവിടെ ഇട്ടത്. ആരാ? ഭാർഗവൻ, വാറ്റു ഭാർഗവൻ. ഈ ഗ്രാമത്തിൽ പുതിയതായി താമസിക്കാൻ വന്ന ശിവൻകുട്ടിയെ കാണാൻ വന്ന. കാണാൻ വരുന്നതൊക്കെ കൊള്ളാം, പക്ഷെ ഈ നാട് സ്വല്പം പെശക. ഇവിടത്തെ നാട്ടുകാരും പ്രത്യേകിച്ച് ഞാൻ. എവിടെന്നാ? ജയിലിൽ നിന്നാ. കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന്. ഈ കയർ ഫാക്ടറി തുടങ്ങാൻ വന്ന ശിവൻകുട്ടിയല്ലേ അന്വേഷിച്ചത്? കയർ ഫാക്ടറിയോ? അവനോ? അവനല്ല. പിന്നെ ഏത് ശിവൻകുട്ടി? അവനോടൊപ്പം രണ്ടുപേരും കൂടെ ഉണ്ട്, കുഞ്ഞുണ്ണിയും രാജപ്പനും. ആ ലവന്മാര് തന്നെ, ഫാക്ടറി പണിയാൻ വന്നവര്. അവന്മാര് തന്നെ ആയിരിക്കോ? അവരെവിടെയുണ്ട്? ഈ വഴി നേരെ പോയ, അയ്യോ ഹോട്ടലാ, വഴി ഇപ്പൊ തെറ്റിയന. ഈ വഴി നേരെ പോയി കഴിഞ്ഞാൽ ചെറിയ തോടിന്റെ പാലം ഇറങ്ങിയിട്ട് ആരോട് ചോദിച്ചാലും മതി, എളുപ്പ വഴിയാ. നേരെ പോയ അവിടെ എത്തുവോ? ചെറിയ 1-2 വളവും തിരിവൊക്കെ ഉണ്ട്. അല്ല, ഈ മുള ഞാൻ എടുത്തോട്ടെ. ആ ബാഗ് എടുക്ക്. അതാരാ? വൈഫാ? ആണെങ്കി പോയിട്ട് വരാം. പോയിട്ട് വരാം. എന്തോ പ്രശ്നമുണ്ടല്ലോ, കണ്ടുപിടിക്കണം. സുശീല, സഹായിച്ചോ? തന്നെ ഞാൻ സഹായിച്ചു. സുശീല ഇവിടെ. ഈശ്വര, പുള്ളിക്കാരന് പുതിയൊരു പ്രോഗ്രാം കൊടുക്കാന്ന് പറഞ്ഞാലോ. വാടോ വാടോ. എടോ, ഇതെന്റെ സുഹൃത്ത് അവറാച്ചൻ. ഞാൻ സുശീലൻ. ലീവിന് വന്നതാ. എന്നിട്ട് ലീവ് കൊടുത്തില്ലേ സാർ? എടോ, ജോലി സ്ഥലത്തുനിന്ന് ലീവിന് വന്നതാ. ഇദ്ദേഹത്തിന് നല്ലൊരു പ്രോഗ്രാം വേണം. അതിനെന്താ, കൊടുക്കാലോ. പറ്റിയ ആർട്ടിസ്റ്റുകളുണ്ട്. നല്ല പ്രോഗ്രാം ആയിരിക്കണം. രാവിലെ ഒന്നും പറയാറുന്നില്ല സാറേ. വേണാട് പോയി കാണൂ. സാറിന് പറ്റിയൊരു ഉഗ്രൻ ആർട്ടിസ്റ്റ് ഉണ്ടായിരുന്നു. എടോ, അതല്ല, താനെ വേണാട്. കുളമാക്കും. എടോ, ഈ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ മസ്കറ്റ് കൊണ്ടുപോകാറുള്ളതാ. എന്റെ പൊന്നു സാറേ, അത് ഭയങ്കര റിസ്കാ. ഇപ്പോഴത്തെ SI ആരാണെന്ന് അറിയാമോ? എന്റെ ആർട്ടിസ്റ്റ് ഞാൻ മസ്കറ്റ് തോട്ടിലേക്ക് വിട്ടുന്ന പ്രശ്നമില്ല. അവിടെ ഇപ്പൊ ഭയങ്കര റെയ്ഡാ. എടോ, ഇത് ആ മസ്കറ്റ് അല്ല, ഗൾഫിലേക്ക് കൊണ്ടുപോവാൻ. അത് ശരി, അപ്പൊ ഇത് മറച്ചു വെക്കാനുള്ള പരിപാടിയാണല്ലേ? ഓ, ഇത് സ്റ്റേജ് ടിക്കറ്റ് വെച്ചുള്ള പ്രോഗ്രാം. അയ്യേ, ടിക്കറ്റ് ഒക്കെ വെച്ച് സ്റ്റേജ് നടത്താന്ന് പറഞ്ഞത് ഒരു മറ വേണ്ട. ഇതെന്താ ഹോളിവുഡ്? ഓ, ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് നല്ല നാടൻ പ്രോഗ്രാമാ. സംഗതി നാടനുണ്ട് ഫോറിനുണ്ട്. സാർ നോക്കിയത് അപ്പൊ സാറ് എന്താ പറയാ ഇവൻ പറയുന്ന പ്രോഗ്രാം? എടോ, ഞങ്ങൾ ഉദ്ദേശിക്കുന്ന പ്രോഗ്രാം കുച്ചിപ്പുടി, ഭരതനാട്യം എന്നതൊക്കെയാ. അത് ശരി, അന്നത് ആദ്യം അങ്ങോട്ട് പറയണ്ടേ. അതിന് പറ്റിയ ആർട്ടിസ്റ്റ് കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. എന്നാലും സാറ് പറഞ്ഞ സ്ഥിതിക്ക് ഈ സാറ് പോകുന്നതിന് മുമ്പ് ഞാൻ ആർട്ടിസ്റ്റ് അറേഞ്ച് ചെയ്തിരിക്കും. പോരെ? ചേഞ്ച് ഉണ്ടാവും. ഒരു 100 രൂപക്ക് നോക്കട്ടെ. ധൃതിയുണ്ട്. 250 ഉണ്ട്. 50 എങ്കിൽ 50. അപ്പൊ പറഞ്ഞ പോലെ വരട്ടെ. ചെലവുണ്ടേ. ശീലമില്ലാത്തൊരു ജോലി ചെയ്യാൻ പോണത്, അതും സാറിന് വേണ്ടി. ഇറങ്ങി വന്നേ. ഒന്ന് വേഗം കേറിയേട്ടാ. ഈശ്വര. ലവ്ലി പ്ലേസ്, കം ആൻഡ് ക്വയറ്റ്. എന്റെ ബിസിനസിന് പറ്റിയ ഏരിയ. ഫോട്ടോ ചേട്ടാ, ഇവിടെ എവിടെയെങ്കിലും പ്രീപെയ്ഡ് റൂം കിട്ടോ? പ്രീപെയ്ഡ് റൂമോ? അതെ, കയ്യിലെ കാശ് വരുമ്പോ തള്ളി പുറത്താക്കണ റൂമേ. ഓ, മാസവാടക. റെന്റിലി മന്ത്ലി റെന്റ്. ഓഹോ, സാർ ഇൻസ്റ്റാൾമെന്റുകാരനാ? ഇൻസ്റ്റാൾമെന്റ് കാരനാ ഞാനാ? മാന്യന്മാരെ കണ്ടാ തനിക്ക് മനസ്സിലാവില്ല? ഇവനൊന്നും വിവരമില്ല സാറേ. സാറിനെ പോലെ മാന്യന്മാർക്ക് താമസിക്കാൻ പറ്റിയ സ്ഥലം ടൗണിലാണ്. നമുക്ക് ടൗണിലേക്ക് പോവാ. അങ്ങനെ പറഞ്ഞ എങ്ങനെയാ സാർ? എന്റെ വണ്ടിയിൽ ആദ്യം വന്നത്. യാത്രക്കാരെ കൈകാര്യം ചെയ്യാൻ പഠിക്കോളൂ. നിർത്ത്. നിങ്ങൾ രണ്ടുപേരും കൂടി കൈകാര്യം ചെയ്ത് എന്നെ ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് കൊണ്ടുപോകാതിരുന്നാ മതി. ഞാൻ ഇയാളുടെ വണ്ടിക്ക് പോയിക്കോളാം. പോ. അതൊക്കെ പോട്ടെ. ഈ ടൗണിലൊക്കെ വലിയ വാടകയാവില്ലേ? നമുക്ക് ഇതുപോലൊരു ഏരിയ മതി, സൈലന്റ് ആൻഡ് കൂൾ. അത്രേ ഉള്ളൂ. കൂൾ ബാറിലേക്ക് ഒരു 1/2 കിലോമീറ്റർ പോയാൽ മതി. എന്താടോ ഇത്? കല എന്ന് പറയുമ്പോ കൊലാന്നാണ് കേൾക്കണ. സാറ് കലാകാരനാണല്ലേ? കലാകാരനാണെങ്കിൽ കലാകാരന്മാർക്ക് ചുളു വാടകയ്ക്ക് താമസിക്കാൻ പറ്റിയ സ്ഥലമുണ്ട്, കലാകുടീരം. നമുക്ക് അങ്ങോട്ട് പോവാം. എന്നാ വണ്ടി വിടാ അങ്ങോട്ട്. കലാകുടീരം കയ്യിൽ ഇരുന്നിട്ടാണ്. പക്ഷെ ഒരു കുഴപ്പമുണ്ട്.
വണ്ടിക്കല്ല സാറേ. ആ ഞാൻ വിചാരിച്ച് വണ്ടിക്കായിരിക്കും. സാർ ഒരു കലാകാരനാണെന്ന് തെളിഞ്ഞാൽ മാത്രമേ മേനോൻ സാർ അവിടെ താമസിപ്പിക്കൂ. അതൊക്കെ ഞാൻ ഏറ്റു. താൻ വണ്ടി വിടടോ. ഓക്കെ. ഒരാൾ ഇറങ്ങിയിരുന്നു. ആ ഒരു രക്ഷപ്പെട്ട്. എങ്ങനെ? ഇയാൾ ഇവിടെ സ്ഥിരം പുള്ളിയാണ് തോന്നുന്നു. ഇയാളെ പിടിച്ചിട്ട് 2 കൊടുത്ത് ഭീഷണിപ്പെടുത്തി നമുക്കകത്ത് കയറാം. രായപ്പ ഭീഷണിപ്പെടുത്തുന്നതിനിടയിൽ നീ ആ റേറ്റ് ചോദിച്ചേക്കണേ. പിടിച്ചോണ രായപ്പ. നീ എന്താടാ കോടതിയിൽ നിന്ന് ഇറങ്ങണ തവലിട്ട് മുഖമൊക്കെ മൂടി? ആഹാ ഇവനാണ്. നിനക്കെന്താ ഇവിടെ പണി? ഞാൻ ഒരു കെട്ട് മുളക് പപ്പടം കൊടുക്കാൻ വേണ്ടി വന്നതാ. നിങ്ങൾ എന്താ ഇവിടെ? ഞങ്ങൾ പപ്പടം പേടിക്കാൻ വന്നത്. ഇവിടെ എന്താ വില? ഞാൻ ഹോൾസെയിൽ റേറ്റിനാ കൊടുത്തത്. റീറ്റെയിൽ ആയിട്ട് മതി. ദൈവമേ, എവിടെയെങ്കിലും പോയി കത്തോട്ടെ. നിങ്ങൾ എന്താ ഓടണില്ലേ? അയ്യാവുള്ള വാത്തോണ്ട് ഇടിച്ചു കൊല്ലു. അറിഞ്ഞുകൂടെങ്കിൽ ആദ്യമേ പറയണം. ഡാൻസ് ട്രൂപ്പിനെ തപ്പിയാണെന്ന് ഇന്ന് നേരം വെളുക്കും. താൻ കുറുപ്പേട്ടന്റെ കയ്യിൽ നിന്ന് വാങ്ങിയത് തൃപ്പൂണിത്തുറ തെരേസയുടെ അഡ്രസ് തന്നെ. അല്ല, മദർ തെരേസയുടെ അഡ്രസ്സാ. അവർക്കിപ്പോ ഡാൻസ് ട്രൂപ്പ് ഉണ്ടോ? താൻ വിഡിത്തം പറയാതെ എന്റെ കൂടെ വന്നാ മതി. ഈ സുശീലിനും ആർട്ടിസ്റ്റുമായുള്ള ബന്ധം തനിക്കറിയാമോ? നല്ല ബന്ധത്തിലല്ലേ? നല്ല പ്രകൃതി രമണീയമായ സ്ഥലമല്ലേ? രമണിയോ? എവിടെ? രമണീയല്ല, രമണീയം. ഓ, തനിക്ക് എപ്പോഴും ഈ പെമ്പിള്ളയുടെ കാര്യമേ ചിന്തയുള്ളൂ. പട്ടി. എന്ത്? എടോ പട്ടി. അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ. എടോ പട്ടി. എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കരുത്. നോക്കടാ പട്ടി. തിരിഞ്ഞു നോക്കടാ പട്ടി. പട്ടി. നമുക്ക് ഓടിയാലോ? ഓടിയാ കടിയുറപ്പാ. കൊരക്കുന്ന പട്ടി കടിക്കൂലെന്ന ബാലകൃഷ്ണ മാഷ് പഠിപ്പിച്ചിട്ടുള്ളത്. അത് ബാലകൃഷ്ണ മാഷ്ക്കെല്ലാം അറിയൂ, പട്ടിക്കറിയില്ലല്ലോ. അപ്പൊ വെറുതെയാ? ചിരിക്ക് ചിരിക്ക്. ചിരിക്കാൻ നമുക്കെന്താ ഭ്രാന്തുണ്ടോ? നമ്മൾ നിഷ്കളങ്കരാണെന്ന് പട്ടി അറിയട്ടെ. അയ്യോ, അഡ്രസ്സും പോയി. എടുക്കരുത്, എടുക്കരുത്. കുനിഞ്ഞാൽ നമ്മൾ കല്ലെടുക്കുകയാണെന്ന് പട്ടി ചിന്തിക്കും. അതുകൂടി ഇല്ലാതെ ഇവിടുന്ന് പോയിട്ട് കാര്യമില്ല. ആദ്യം ഇവിടുന്ന് പോകാൻ പറ്റുമെന്ന് നോക്കാം. അഡ്രസ് എടുക്ക്. അഡ്രസ് പട്ടി എടുത്തോ? നീ എടുത്തോ. നീ എടുക്ക്. നമുക്ക് ഒരുമിച്ചെടുക്കാം. എന്നാ ഒരുമിച്ചെടുക്കാം. എന്റെ ഉദയനെ ഇതുവരെ കണ്ടില്ലല്ലോ. ദേ വന്ന്. ചിക്കൻ 2 കിലോ നന്നായി കുത്തിയരിഞ്ഞ് അത് 2 ഗ്ലാസ് കുമ്പളങ്ങ നീരിൽ വേവിച്ചെടുക്കുക. പിന്നെ 15 ഗ്രാം ഏലക്കാപ്പൊടി ചേർത്ത് അതിൽ പിന്നെ 2 കിലോ പഞ്ചസാരയും 1/2 കിലോ മൈദയും ചേർത്ത് പറ്റിച്ചെടുക്കുക. ഇങ്ങനെയാണ് ഈ ഹൽവ ഉണ്ടാക്കുന്നത്. അപ്പോ നമ്മളിപ്പോ ഉണ്ടാക്കിയ ഐറ്റത്തിന്റെ പേരെന്നതാ? ചിക്കൻ ഹൽവ. അല്ല, ചിക്കൻ സ്പ്രിംഗ് ഹലുവ. എന്താ? ചിക്കൻ സ്പ്രിംഗ് ഹലുവ. വിഭവങ്ങൾക്ക് പേര് കൊടുക്കുമ്പോ നമ്മൾ കലാപരമായി ചിന്തിക്കണം. ഓ, ഇവിടെയാണല്ലേ ഭക്ഷണം. ഒരു 4 പൊറോട്ട, ഒരു ബീഫ് കറി. ആരാടാ അത്? എണീക്കണ. ആഹാ, ഇവിടെ കേറി വന്ന് ഓർഡർ ചെയ്യാൻ ഇതന്നെ ഓർഡറാണെന്ന് കരുതിയോ? സരസമ്മ പി വർഗീസ്. ഇത് നമ്മുടെ കലാകുടീരത്തില് പുതിയതായിട്ട് വന്ന താമസക്കാരനാ, തബലിസ്റ്റ് പുഷ്കരൻ. അയ്യോ, കലാകാരനായിരുന്നോ? ഞാൻ കരുതി വല്ല വഴിപോക്കനും ആയിരിക്കുമെന്ന്. സോറി. മുംബൈന്ന് വരിക. വെറും കലാകാരനല്ല, ഫേമസ് തബലിസ്റ്റാ. നമ്മുടെ ഭാഗവതരും പറഞ്ഞു. അപ്പൊ പിന്നെ നമ്മുടെ ഹൽവയുടെ ഉദ്ഘാടനം ഇദ്ദേഹം തന്നെ നിർവഹിക്കട്ടെ അല്ലേ കുട്ടികളെ? അല്ല, ഞാൻ ഈ അലുവയുടെ കാര്യം ഓർത്തപ്പ. ഹലുവ ഞാൻ ഉണ്ടാക്കിയതാ. ഈ അലുവ എന്ന് കേൾക്കുമ്പോ എനിക്ക് ഓർമ്മ വരുന്നത് കോഴിക്കോട് വെച്ച് ഞാൻ റവാലി പ്രോഗ്രാം നടത്തുമ്പോ, റവാലി അല്ല കവാലി പ്രോഗ്രാം നടത്തുമ്പോ അവിടുത്തെ സംഘാടകർ തന്നെ ഈ അലുവായിൽ കൊടുത്ത മാലയിട്ടാണ് സ്വീകരിച്ചത്. അതുകൊണ്ട് എനിക്ക് കോഴിക്കോട് അലുവ ഭയങ്കര ഇഷ്ടമാണ്. ഇതിലും കോഴിയുണ്ട്, കോടില്ലെന്നേ ഉള്ളൂ. കോഴി അലുവായ. അതെ, ചിക്കൻ സ്പ്രിംഗ് ഹൽവ. ചിക്കൻ സ്പ്രിംഗ് ഹലുവ. എന്താ പേര്? ചിക്കൻ സ്പ്രിംഗ് ഹൽവ. അല്ല, കുട്ടിയുടെ പേര്? തന്നോളൂ 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 തന്നോളൂ. ഞാൻ
താങ്ക് യു വെള്ളോ കുട്ടി ഗ്ലാസ് വെള്ളം എടുത്ത് കൊടുക്കൂ ചേട്ടന്റെ തൊണ്ടയിലൊട്ടി ബക്കറ്റിലോ കുളിക്കാനാ കുളിക്കാനല്ല ടോയ്ലറ്റിൽ പോവാനാ പുഷ്കരാ, അവിടെയല്ല ടോയ്ലറ്റ്, ഇവിടെ. ഓ, പുഷ്കരാ, അതല്ല പുറത്ത്. ഇതൊക്കെ കഴിക്കണമെങ്കിൽ ടോയ്ലറ്റ് ഇവിടെ തന്നെ വേണം. എവിടെയാണോ പാടോ? ഈശ്വര ഇത് അവിടം വരെ എത്തുവോ? ഓ എന്റെ കോഴിയലുവാക്ക് എന്നാ സ്പീഡ് കാണാനൊന്നുമില്ല, അവക്ക് എന്നെ ഇഷ്ടമാണ്, ഞാൻ അവൾ തന്നെ കിട്ടും. എടാ നീ പറയുന്നൊക്കെ എനിക്ക് മനസ്സിലാവും, പക്ഷെ അത് അയാൾക്ക് നാട്ടുകാർക്ക് മനസ്സിലാവണ്ടേ? ഇക്കണ്ട ആലോചനകൾ മുഴുവൻ അവള് നിന്നെ കൊണ്ട് മുടക്കിച്ചതാന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കും? വിശ്വസിക്കും. ആരെ? ഞാൻ. നീ വിശ്വസിക്കും, നീ അത് മരമണ്ടനാണല്ലോ, അതുകൊണ്ടാണല്ലോ നിന്നെ കൊണ്ട് അവളെ കുരങ്ങ് കളിപ്പിക്കുന്നത്. എന്ത് കളിപ്പിച്ചാലും അവക്ക് എന്നെ ഇഷ്ടാ. എന്നാ പിന്നെ നിനക്ക് അവരോട് നേരിട്ട് ചോദിച്ചാണ്ടാ? നീ ഒരു ബിസിനസ്സുകാരനല്ലേ, മുറച്ചെറുക്കനല്ലേ, ചിലപ്പോ കെട്ടിച്ചു തന്നാലോ? അതൊക്കെ ശരിയാ, പക്ഷേ അതിന് ചോദിക്കാനായിട്ട് ആ കുളിരുനാര് സമ്മതിക്കണ്ടേ? ആ പടി ചവിട്ടിയ കയ്യും കാലും തല്ലി ഓടിക്കാൻ ആ ഗുണ്ടകളെ നിർത്തിയേക്കണത്. ഇങ്ങനെ പേടിച്ചിരുന്നിട്ട് കാര്യമൊന്നുമില്ല. അതിനാളെ കൂട്ടി നീ പോണം. അവർക്ക് നിന്നെ ഇഷ്ടമാണെങ്കിൽ ആണുങ്ങളെ പോലെ വിളിച്ചിറക്കി കൊണ്ടുവരണം. ബാക്കി കാര്യം ഞാൻ നോക്കിക്കോളാം. ഉറപ്പാണോ? ഉറപ്പ്. ഞാനും വകയിലൊരു അമ്മാവനല്ലേടാ, നിന്നെ അവളെ ഞാൻ ഇവിടെ താമസിപ്പിക്കും. ഇവിടെ? ഉറപ്പാണോ? ഉറപ്പ്. എങ്കിൽ ഞാൻ അവളെ വിളിച്ചിറക്കി കൊണ്ടുവന്നിട്ട് ബാക്കി കാര്യമുള്ളൂ. ഒരു കാര്യം ചോദിച്ചോട്ടെ, ഉറപ്പാണോ? ഉറപ്പ്. എന്നാൽ ഇന്ന് രണ്ടിലൊന്നും അറിഞ്ഞിട്ടേ കാര്യമുള്ളൂ. എന്തിനാ പാവത്തിനെ പറഞ്ഞിളക്കി വിട്ടത്? ഇനിയും തല്ലുള്ളിപ്പിക്കാനാ? അവക്ക് ഇവനെ ഇഷ്ടമൊന്നും അല്ലാന്ന് പറഞ്ഞതല്ലേ? അതല്ലടി, ഇവൻ അവിടെ ചെന്നാൽ അവന്റെ മനസ്സമാധാനം നഷ്ടപ്പെടും. എന്നെ തോപ്പിക്കാൻ വെല്ലുവിളിച്ച് നടക്കുന്ന അവന് ഇവനൊരു തലവേദനയാവണം. മുതലാളി, 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 ജീവനോട് ഇരിപ്പുണ്ട്. എന്താടാ? ഐശ്വര്യം കുറെ ആളുകളെയും കൂട്ടി ഇങ്ങോട്ട് വരുന്നുണ്ട്. അവന് നമ്മൾ കൊടുത്തതിന്റെ പലിശയും കൂട്ടി തിരിച്ചു തരാനുള്ള വരവാണെന്നാണ് തോന്നുന്നത്. രണ്ടും കൽപ്പിച്ചുള്ള വരവാ. എങ്ങനെ നിന്നോണ്ട് വരിക കളയടാ. എന്റെ അനുവാദമില്ലാതെ ഈ പടി കടക്കരുത് നിന്നോട് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ? ഞാനിവിടെ കയറി പാർക്കാൻ വന്നതല്ല, ശ്രീദേവിയെ വിളിച്ചിറക്കി കൊണ്ടുപോകാൻ വന്നാണ്. അവൾ എനിക്കുള്ളതാണെന്ന് ചെറുപ്പത്തിലെ പറഞ്ഞ് മോഹിപ്പിച്ചിട്ട് ഇപ്പൊ കാലുമാറിയാ ചോദിക്കാനും പറയുന്നത് എനിക്ക് ആരില്ലെന്ന്. നീ ആട്ടും കാട്ടും പോലെ ഇരുന്നപ്പോ ആനപ്പിണ്ടം പോലുള്ള ഇവിടുത്തെ വിവരം കെട്ട കാരണവന്മാര് അന്ന് നിന്നോട് പല ഉടായ്പകളും പറഞ്ഞാണ്. അതിന് ഞാൻ ഉത്തരവാദിയല്ല. എനിക്ക് എന്താണ് ഒരു കുറവ്? ബിസിനസിന് ബിസിനസ്, വണ്ടിക്ക് വണ്ടി, സൗന്ദര്യത്തിന് സൗന്ദര്യം, പിന്നെ ഒരു അല്പം പ്രായ കൂടുതലുണ്ട്, അത് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം. വേറെ എന്താണ് എനിക്കൊരു കുറവ്? ഇതായിരുന്നു കുറവ്. ഇനി പഠിക്കാത്ത നിന്റെ തല കാണില്ല. ഇപ്പൊ തൃപ്തിയായല്ലോ, ഇനി പോകാമല്ലോ. ചോദിക്കാനും പറയാനും പറ്റിയ ആൾക്കാർ.